യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധമുള്ള ഒരു വസ്തുവിൻ്റെ ഡയറിക്കുറിപ്പാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. തന്നെക്കുറിച്ച് തന്നെയും ക്രൂശീകരണ വേളയിൽ താൻ കണ്ട കാര്യങ്ങളെപ്പറ്റിയും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് മുൾക്കിരീടമാണ്. ഉഷ്ണരാജ്യങ്ങളിലെ വീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ സമൃദ്ധമായി വളരുന്ന ഒരു ചെറുമരമാണ് യൂഫോർബിയ മില്ലി. ഇസ്രയേലിലെ താഴ്വരകളിൽ ഈ ചെടി സമൃദ്ധമായി വളരും. ഒട്ടും വണ്ണം വയ്ക്കാത്ത ഈ ചെടിയുടെ ശാഖകൾക്ക് സാധാരണ 1.5 മീറ്റർ നീളം വരെ ഉണ്ടാകും. കൂർത്തുമൂർത്ത മുള്ളുകൾ ഇതിൽ സമൃദ്ധമായി കാണും. സത്യത്തിൽ ആണിയേക്കാൾ കഠിനമാണ് ഓരോ മുള്ളുകളും. റോമക്കാർ വിറകിനായി ഉപയോഗിച്ചിരുന്ന ഈ ചെടി പിൽക്കാലത്ത് സിസിഫസ് സ്പൈന ക്രിസ്റ്റി എന്നാണ് അറിയപ്പെട്ടത്. അങ്ങനെ ഒരു പേരുണ്ടാവാൻ ഞാൻ എന്ന ഈ മുൾക്കിരീടമാണ് കാരണക്കാരൻ. ആ കഥ ഇനി പറയാം. ഒലിവുമലയിൽ വളർന്ന ഒരു യൂഫോർബിയ ചെടിയുടെ ശാഖയായിരുന്നു ഞാൻ. ഒരു ദിവസം കുറേ പടയാളികൾ വന്ന് എന്നെ അടർത്തിയെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് എന്നെ വളച്ചൊടിച്ച് ഒരു കിരീടം പോലെ ഒന്നുണ്ടാക്കി. സാധാരണ നിങ്ങൾ ചിത്രങ്ങളിലും മറ്റും കാണാറുള്ള മുൾക്കിരീടം വൃത്താകൃതിയിലുള്ള ഒന്നാണ്. എന്നാൽ കിരീടം എന്ന് പറഞ്ഞാൽ തല മുഴുവൻ മൂടുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. സത്യത്തിൽ എന്നെ വളച്ച് പിരിച്ചെടുത്ത് തല മുഴുവൻ മൂടുന്ന തരത്തിലുള്ള ഒരു മുൾക്കിരീടമാണ് അന്ന് അവർ ഉണ്ടാക്കിയത്. പിന്നീട് തലയോടിടം എന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. തുടർന്നുണ്ടായ സംഭവം എനിക്ക് വിവരിക്കുവാൻ പ്രയാസമാണ്. യേശു എന്ന നിർദോഷിയായ ഒരു മനുഷ്യൻ്റെ തലയിലേക്ക് എന്നെ എടുത്തു വെച്ചു. എന്നിട്ട് ചുറ്റും നിൽക്കുന്ന പടയാളികൾ യേശുവിനെ ഉച്ചത്തിൽ പരിഹസിച്ചുകൊണ്ട് എന്നെ യേശുവിൻ്റെ തലയിലേക്ക് അടിച്ചിറക്കി. എനിക്ക് ചിന്തിക്കാൻ വയ്യ. 100-ലധികം ആണികൾ ആ സാധുവിൻ്റെ തലയിലേക്ക് ഒന്നിച്ച് ആഴ്ന്നിറങ്ങി. പുറത്തേക്ക് ചീറ്റിത്തെറിച്ച ചോരയിൽ ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബാക്കിയൊന്നും ഓർക്കുവാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും ഒരു കാര്യം മാത്രം പറയട്ടെ. ആദാമ്യ പാപം ലോകത്തിൽ കൊണ്ടുവന്ന ആദ്യ ശാപം മുള്ളും പറക്കാരയുമായിരുന്നു. കുരിശിൽ മരിച്ച സമയത്ത് യേശു ശിരസിലേറ്റിയതും പാപത്തിൻ്റെ ശാപമായ മുള്ളായ എന്നെയായിരുന്നുവല്ലോ. കിരീടം നമുക്കറിയാം, ഒരാളുടെ പ്രൗഢി വെളിപ്പെടുത്തുന്നതാണ്. പക്ഷേ യേശുവിൻ്റെ തലയിൽ തറച്ച മുൾക്കിരീടം അപമാനത്തിൻ്റെയും അതിതീവ്ര വേദനയുടെയും ഒക്കെ അടയാളമായിരുന്നു. തന്നെ ക്രൂശിച്ച റോമൻ പടയാളികൾക്ക് വേണ്ടി കൂടെയായിരുന്നു യേശുവിൻ്റെ ഈ ബലിമരണം എന്ന് നാം വിസ്മരിക്കരുത്.